നമസ്കാരം. ആരോപണങ്ങൾ, വിമർശനങ്ങൾ, വിവാദങ്ങൾ രാഷ്ട്രീയത്തിൽ ഇതൊന്നും പുതുമയുള്ള കാര്യമല്ല. പക്ഷേ ഇതിനെല്ലാം കുറുക്കിക്കൊള്ളുന്ന മറുപടി കൊടുക്കണമെന്ന് നിർബന്ധമുള്ളവർ ചുരുക്കമേ കാണുകയുള്ളൂ. കൂടുതൽ വിശേഷണങ്ങളിലേക്ക് കടക്കുന്നില്ല. നിലമ്പൂർ MLA PV അൻവറാണ് ഇത്തവണ Q8 നമുക്കൊപ്പം. നമസ്കാരം. അങ്ങനെ പറഞ്ഞ് തുടങ്ങിയത് കൊണ്ട് ചോദിക്കുകയാണ്, സമൂഹ മാധ്യമങ്ങളിൽ ഒരു ചെറിയൊരു ബ്രേക്ക് എടുത്തിരിക്കുകയാണോ ഇപ്പോൾ? ഇല്ലല്ലോ, ബ്രേക്കൊന്നും എടുത്തിട്ടില്ല. വെറുതെ എന്നും എഴുതുക എന്നത് എൻ്റെ ഒരു പതിവല്ല. ആവശ്യമുള്ളപ്പോൾ എഴുതുക, എഴുതുമ്പോൾ അതിൻ്റെ രൂപത്തിൽ എഴുതുക, അത്രയേ ഉള്ളൂ. അല്ലാതെ ബ്രേക്കൊന്നും എടുത്തിട്ടില്ല. തെരഞ്ഞെടുപ്പ് വരുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് ആ ഒരു വിഷയത്തിലേക്ക്, നേരത്തെ തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളുടെ വിഷയത്തിലേക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കടക്കാമെന്ന് വിചാരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്ന ഒരു സമയമായതുകൊണ്ട് മലബാറിൽ ഇടതുമുന്നണി കാണുന്ന സാധ്യത എത്രത്തോളമാണ്? ഇടതുമുന്നണി മലബാറിലെ ഒരു സാധ്യത എന്നല്ല, കേരളത്തിലെ സാധ്യതയാണല്ലോ ഇടതുമുന്നണി മൊത്തത്തിൽ നോക്കുന്നത്. 20 സീറ്റിൽ പരമാവധി സീറ്റ് ജയിച്ചെടുക്കുക എന്നത് തന്നെയാണ് ഇടതുപക്ഷ മുന്നണിയുടെ അടിസ്ഥാനപരമായ തീരുമാനം. കഴിഞ്ഞ വർഷം കേരളത്തിലുണ്ടായ രാഷ്ട്രീയ സാഹചര്യം നമുക്കറിയാം. കേരളത്തിലെ പൊതുസമൂഹത്തെ മൊത്തം വഞ്ചനാപരമായ രാഷ്ട്രീയമായ ഓഫറിലൂടെ ഒരിക്കലും പ്രതീക്ഷിക്കാതെ RSSനെതിരെ മത്സരിക്കേണ്ട രാഹുൽ ഗാന്ധിയെ ഒരു കണക്കുകൂട്ടലുമില്ലാതെ കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്ത് ഇതാ രാഹുൽ ഗാന്ധി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാകാൻ പോകുന്നു, കേരളത്തിൽ നിന്ന് ജയിക്കപ്പെടുന്ന എല്ലാ MP മാരും കേന്ദ്രമന്ത്രിമാരാകാൻ പോകുന്നു, കേരളം വലിയ രീതിയിലുള്ള മുന്നേറ്റത്തിലേക്ക് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് വോട്ട് വാങ്ങിപ്പോയതാണ്. ആ രാഷ്ട്രീയ സാഹചര്യം ഇന്ന് കേരളത്തിലില്ല. അങ്ങനെ തന്നെ ആളുകളെ, വോട്ടർമാരെ വഞ്ചിക്കാൻ കഴിയുന്നൊരു സാഹചര്യവും ഇന്ന് കേരളത്തിലില്ല. ഞാൻ മലബാർ തന്നെ വീണ്ടും ചോദിക്കുന്നു, പ്രത്യേകിച്ച് മലപ്പുറം ചോദിക്കാൻ താല്പര്യപ്പെടുകയാണ്. മലപ്പുറത്ത് മുസ്ലിം വിശ്വാസികളെ കൂടുതൽ CPMലേക്ക് അടുപ്പിക്കുന്ന ആ ഒരു സാഹചര്യം ഇനിയും ഉണ്ടാകും എന്നൊരു പ്രതീക്ഷയാണോ? അല്ല, തീർച്ചയായിട്ടും. മുസ്ലിം ന്യൂനപക്ഷം എന്ന് മാത്രമല്ല, മലപ്പുറം ജില്ലയെ ചോദിച്ച് പറയുമ്പോൾ അങ്ങനെ പറയാം. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് കേരളത്തിലെ കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ, അത് ക്രൈസ്തവരായാലും മുസ്ലിങ്ങളായാലും ദളിതരായാലും, ഇവർക്കൊക്കെ ഇന്ന് ഡിപ്പെൻഡ് ചെയ്യാവുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയുന്നത് CPMഉം അതിനോടൊപ്പം നിൽക്കുന്ന ഇടതുപക്ഷവുമാണ് എന്ന് ഒരുപാട് ഘട്ടങ്ങളിലായി നമ്മൾ തെളിയിച്ചിട്ടുള്ളതാണല്ലോ. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ 5 വർഷമല്ല 2020 ഈ പറയുന്ന 3 നടക്കുന്ന തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അത്രയും ഭീകരമായ മാറ്റം രാജ്യത്തുണ്ടായിട്ടുണ്ട്. ന്യൂനപക്ഷങ്ങൾ ഇനി അവർ ആലോചിക്കാതെ വോട്ട് ചെയ്താൽ ഉണ്ടാകുന്ന അപകടത്തെക്കുറിച്ച് അവർക്ക് നല്ല ബോധ്യമുണ്ട്. ഒരു ഷെൽട്ടർ നൽകാൻ ഇടതുപക്ഷത്തിന് കഴിയൂ എന്ന തിരിച്ചറിവ് ന്യൂനപക്ഷത്തിന് കേരളത്തിൽ നന്നായി ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ അകത്തുള്ള ഒരു ഗ്രൂപ്പ് പോര്, അതും പാർട്ടിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ ദോഷം ചെയ്യും, അങ്ങനെ ഒരു വിലയിരുത്തലും കൂടെ താങ്കൾക്ക്? ഇല്ല, മലപ്പുറത്തൊന്നും കോൺഗ്രസ് ഇല്ലല്ലോ, ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ നവകേരള സദസ്സിന് ശേഷം ഇപ്പോൾ ഒരു കുറ്റവിചാരണ സദസ്സ് നടത്തിയല്ലോ പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ. നിങ്ങളൊക്കെ അത് കണ്ടതാണല്ലോ. എന്തായിരുന്നു അതിൻ്റെ സ്ഥിതി? 50,000 ആളെ നിലമ്പൂരിൽ നവകേരള സദസ്സിന് സംഘടിപ്പിച്ചപ്പോൾ 200 ആളെ സംഘടിപ്പിക്കാൻ പറ്റിയിട്ടില്ല. അതാണ് കേരളത്തിലെ പൊതുവായ അവസ്ഥ. മലപ്പുറം ജില്ലയിലെ അവസ്ഥ കോൺഗ്രസിൻ്റെ എടുക്കാനേ ഇല്ല. നാമമാത്രമായി കഴിഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ് എന്ന പ്രസ്ഥാനം. നവകേരള സദസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള പ്രതിഷേധങ്ങളും അതൊക്കെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നുള്ളൊരു വിശ്വാസമൊക്കെ പ്രതിപക്ഷത്തിനുണ്ട്. അത് വെറും അവകാശവാദം മാത്രമല്ല. അത് പ്രതിഫലിക്കുമായിരുന്നെങ്കിൽ ആ പ്രതിഫലനത്തിൻ്റെ ഒരു അംശമെങ്കിലും ഈ കുറ്റവിചാരണ സദസ്സിൽ കാണേണ്ടതായിരുന്നില്ലേ? നവകേരള സദസ്സ് അവസാനിക്കുന്നതിന് മുമ്പ് ആരംഭിച്ചതാ, അതിൻ്റെ പിന്നാലെ വന്നതാണിത്. എന്തുണ്ടായി? എവിടെയെങ്കിലും ജനം കൂടിയോ? ഒരു പൊതുജന റെപ്രസെൻറ്റേഷനുള്ള ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? കതിരിട്ട കോൺഗ്രസിൻ്റെ കുറച്ച് നേതാക്കന്മാർ സ്റ്റേജിലും വേദിയിലും ഉണ്ട് എന്നല്ലാതെ പൊതുജനം അത് ശ്രദ്ധിച്ചിട്ട് പോലുമില്ല. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ നവകേരള സദസ്സിനുണ്ടായ പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് അത് ഇടതുപക്ഷത്തിന് വളരെ അനുകൂലമാണ്. കാര്യമായിട്ട് നമുക്കറിയാം നമ്മുടെ സംസ്ഥാനം ഇപ്പോൾ ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്താണ്. നമ്മുടെ സ്റ്റേറ്റ് എല്ലാത്തിലും ഒന്നാമതാണ്. നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നം കേന്ദ്രം നമ്മൾക്ക് നൽകേണ്ട വിഹിതങ്ങൾ നൽകുന്നില്ല എന്ന് മാത്രമല്ല, GSTയുടെ വിഹിതമടക്കം പിടിച്ചു വച്ചിരിക്കുകയാണ്. അതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യപ്പെട്ടത്. കേന്ദ്രത്തിൻ്റെ സംസ്ഥാനത്തിനോടുള്ള നിലപാട് അത് കേരളത്തിലെ മുഴുവൻ ഈ 3.5 കോടി ജനങ്ങൾക്കും ദോഷകരമായിട്ടുള്ള നിലപാടാണ് എടുത്തിട്ടുള്ളത്. ആ നിലപാടിനോടൊപ്പമാണ് കേരളത്തിലെ പ്രതിപക്ഷം. അത് ചർച്ചയായില്ലേ? ഈ 7 വർഷം, ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തിൻ്റെ ഇടയ്ക്ക് ഈ കേന്ദ്രത്തിനെതിരെ, ഈ വിഹിതം കിട്ടാത്തതിനെതിരെ നിരന്തരമായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ 10-18 MP ഇന്ന് വരെ മിണ്ടിയിട്ടില്ലായിരുന്നു. പക്ഷേ ഒരാൾ മിണ്ടിയത് ഇപ്പോൾ നിങ്ങൾ കണ്ടു, പ്രതാപൻ, തൃശ്ശൂർ MP. എന്താ കാരണം? ഈ നവകേരള സദസ്സിൽ കേരളം മുഴുവൻ ഇത് ചർച്ചയായി.
ചർച്ചയായപ്പോൾ അവർക്ക് മനസ്സിലായി. കുറച്ച് ഗ്രൗണ്ട് റിയാലിറ്റീസ് റിയലൈസ് ചെയ്യുന്ന ഒരു പാർലമെൻറ്റ് മെമ്പറായിട്ടാണ് പ്രതാപനെ പലപ്പോഴും ഞാൻ വീക്ഷിച്ചിട്ടുള്ളത്. അദ്ദേഹം ജനങ്ങൾ ഈ കാര്യം വളരെ ഗൗരവത്തിലെടുക്കുന്നു, കേന്ദ്രത്തിൻ്റെ ഈ നിലപാടിനെതിരെ കേരളത്തിലെ വലിയൊരു വിഭാഗം പൊതുസമൂഹം ചിന്തിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് കേന്ദ്രത്തിൻ്റെ ഈ നിലപാടിനെതിരെ ഒരു വാക്ക് പറയാൻ പാർലമെൻറ്റിൽ ശ്രീ പ്രതാപൻ തയ്യാറായത്. അതതിൻ്റെ റിഫ്ലക്ഷനാണ്. ആ റിഫ്ലക്ഷൻ കേരളത്തിൽ മൊത്തത്തിലുണ്ട്. ഇവരെടുക്കുന്ന നിലപാട് ഈ നാടിനെതിരാണ്. പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തിൻ്റെ എല്ലാ പദ്ധതികളെയും എതിർക്കുക എന്നതാണ് പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്തം എന്ന് കണക്കാക്കപ്പെട്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവാണ് കേരളത്തിലുള്ളത്. പ്രതിപക്ഷത്തിന് ഇതിനെ രൂക്ഷമായി വിമർശിക്കാം, മാറ്റങ്ങളുണ്ടെങ്കിൽ പറയാം. പക്ഷേ ഒരു സ്റ്റേറ്റിനെ മൊത്തമായി 3.5 കോടി ജനങ്ങളെയും ബാധിക്കുന്ന പൊതുവിഷയത്തിൽ ഈ ഒരു സ്റ്റേറ്റിനെ ശത്രുവായി കാണുന്ന കേന്ദ്രഭരണത്തോടൊപ്പം ഒരു പ്രതിപക്ഷം നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര മോശപ്പെട്ട സ്ഥലമൊന്നുമല്ല കേരളം. ജനങ്ങൾ ചിന്തിക്കും. അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ജനങ്ങൾ ചെയ്ത തെറ്റ്, ഈ 18-19 എം പിമാരെ ഇവിടുന്ന് വിജയിപ്പിച്ചയച്ചതിൻ്റെ ദോഷം കേരളത്തെ ജനം മനസ്സിലായിട്ടുണ്ട്. പാർലമെൻറ്റിൽ കേരളത്തിന് വേണ്ടി സംസാരിക്കാനുള്ള പാർലമെൻറ്റ് എം പിമാരില്ലെങ്കിൽ ഉണ്ടാകുന്ന വിഷമം ഈ 5 വർഷക്കാലം കേരളത്തിലെ ജനങ്ങൾ നേരിട്ട് അനുഭവിക്കുകയാണ്. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ കണക്കാക്കുന്നത്. ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരുപക്ഷെ അതിൽ താങ്കളുണ്ടാകുമോ മത്സരത്തിൽ? അത് പാർട്ടിയും മുന്നണിയൊക്കെ അല്ലേ തീരുമാനിക്കേണ്ടത്. അതൊന്നും ഇപ്പോൾ നമ്മൾക്ക് എനിക്ക് പേഴ്സണലായിട്ട് പറയാൻ പറ്റുന്ന കാര്യമില്ല. ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പൊക്കെയാണ് ഞാൻ വാർഡിൽ ഞാൻ മത്സരിക്കുമെന്നൊക്കെ വേണമെങ്കിൽ എനിക്ക് പറയാം. ഇതല്ലല്ലോ, ഇതിനൊരു സംവിധാനമല്ലേ. അല്ല, ഇങ്ങനെ ഒരു വഞ്ചനാപരമായിട്ടുള്ള ഒരു നീക്കമുണ്ട് എന്ന് പറയുന്ന ഒരു നേതാവ് കൂടിയാണല്ലോ, സ്വാഭാവികമായിട്ടും. അല്ല, അത് ഞാൻ മാത്രമല്ലല്ലോ പറയുന്നത്. ആവർത്തിച്ച് ഈ ഗവൺമെൻറ് പറയുന്നുണ്ട്. വരുന്ന 8-ാം തീയതി പാർലമെൻറ്റിലേക്ക് മാർച്ചാണ് കേരളത്തിലെ MLA-മാരുടെയും MP മാരുടെയും. അത് പൊതുവായ ഒരു വികാരത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലേ. ആവർത്തിച്ച് ഗവൺമെൻറ് മുഖ്യമന്ത്രിയും MLA-മാരും നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കല്ലേ കഴിഞ്ഞ 4-5 അതിനെ കൗണ്ടർ ചെയ്യണം. എന്താണോ കേന്ദ്രത്തിൻ്റെ വാദം, എന്തുകൊണ്ടാണ് നമുക്ക് പൈസ തരാത്തത് എന്നതിന് വേണ്ടിയിട്ട് കേന്ദ്രം പറയുന്ന കുറേ ന്യായങ്ങളുണ്ട്. ആ ന്യായങ്ങളെ ന്യായമാക്കിക്കൊണ്ട് സംസാരിക്കുകയാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്. അവിടെയാണ് പ്രശ്നം. ഈ സ്റ്റേറ്റിന് വേണ്ടി സംസാരിക്കാൻ ബാധ്യസ്ഥനായ ഒരു വ്യക്തി ഈ സ്റ്റേറ്റിന് വിരുദ്ധരായിട്ടുള്ള ആളുകളോട് ഒപ്പം ചേർന്ന് ഈ സ്റ്റേറ്റിന് കിട്ടേണ്ട എല്ലാ അവകാശങ്ങളും നിഷേധിക്കുന്നതോടൊപ്പം നിൽക്കുക എന്ന രാഷ്ട്രീയം കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം മൊത്തം പരിശോധിച്ച് നോക്കിയാൽ, ഇന്ത്യയുടെ മറ്റു സംസ്ഥാനങ്ങളെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ഇതുപോലെ ഒരു പ്രതിപക്ഷ നേതാവ് ഒരു സംസ്ഥാനത്തും ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടാവുമെന്ന് എനിക്കൊന്നും തോന്നുന്നില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വിഷയം തന്നെ പറയുന്നു. കോൺഗ്രസ് ഒരു രാഹുൽ ഗാന്ധി വഴി ആ ഒരു മൂവ്മെൻറ്റ് നടത്തിക്കൊണ്ടാണ് കോൺഗ്രസ് അങ്ങനെ ഒരു പൾസിലേക്ക് എത്തിയത്. ആ ഒരു വിജയത്തിൻ്റെ ഒരു വൈബിലേക്ക് കോൺഗ്രസിന് എത്താൻ കഴിഞ്ഞത്. സ്വാഭാവികമായിട്ടും അന്ന് കൃത്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു എതിർ കാൻഡിഡേറ്റ് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നുള്ളൂ എന്നൊരു ചോദ്യം, അതൊരു വിമർശനമായിട്ട് ഇതിനകത്ത് തന്നെ ഉയർന്നു വന്നിട്ടുള്ള കാര്യമല്ലേ? അല്ല, അന്നത്തെ കാര്യം ഒരിക്കലും രാഹുൽ ഗാന്ധി എന്ന് ദേശീയ തലത്തിൽ ഈ BJPയെ നേരിടാൻ വേണ്ടിയിട്ട് പ്രാദേശിക പാർട്ടികൾ ഒരുമിച്ച് ചേർന്ന് മുന്നോട്ട് പോകാനുള്ള ആലോചനകൾ നടന്ന് സഖാവ് സീതാറാം യെച്ചൂരി രാഹുൽ ഗാന്ധിയെയും കൊണ്ട് വിവിധ സംസ്ഥാനങ്ങളിൽ പോയി അവിടുത്തെ പ്രാദേശിക പാർട്ടികളുമായി ലീഡർഷിപ്പുമായി സംസാരിച്ച് ഒരു സമന്വയമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചർച്ചയും പരിശ്രമവും നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ആ പറയുന്ന യെച്ചൂരിയുടെ കൈ കുടഞ്ഞിട്ട് ഒരാളും അറിയാതെ ആകാശ വഴി കോഴിക്കോട് വന്ന് ഇറങ്ങിയിട്ട് രാഹുൽ ഗാന്ധി ഞാനിതാ വയനാട്ടിൽ മത്സരിക്കുന്നു എന്ന് പറഞ്ഞു. അന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി ചോദിച്ചാണ്, എന്ത് സന്ദേശമാണ് നിങ്ങൾ കേരളത്തിലെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് നൽകാനുള്ളത്? അതിൻ്റെ ദുരന്തം കോൺഗ്രസ് അനുഭവിച്ചില്ലേ? വയനാട്ടിൽ രാഹുൽ ഗാന്ധി വന്ന് മത്സരിച്ച അതിൻ്റെ ദുരന്തരമാണുള്ള ഉത്തരേന്ത്യയിലൊക്കെ ഒരു 100-100 സീറ്റ് കോൺഗ്രസ്സിന് കിട്ടുന്ന അവസ്ഥയിൽ നിന്ന് അതിനെ താഴെ പോയത് ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന കേരളത്തിലെ പാർട്ടിയുടെ പച്ചക്കൊടി കാണിച്ചത് പാകിസ്ഥാൻ്റെ കൊടിയാണ്. ഇന്ത്യയിലെ ഹിന്ദുക്കളെ ഭയപ്പെട്ട് പാകിസ്ഥാനോടൊപ്പം നിൽക്കുന്ന മലപ്പുറത്തെ മുസ്ലിം ലീഗിനോടൊപ്പം ഇതാ പാകിസ്ഥാൻ പാർട്ടിയോടൊപ്പം രാഹുൽ ഗാന്ധി ചേർന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി നടത്തിയ രാഷ്ട്രീയ പ്രചരണത്തിൽ മുസ്ലിം ലീഗിൻ്റെ പച്ചക്കൊടി കാണിച്ചിട്ടാണ് നോർത്ത് ഇന്ത്യയിൽ അന്നുണ്ടായിരുന്ന കോൺഗ്രസിനെ അനുകൂല സാഹചര്യങ്ങൾ പോലും ഇല്ലാതാക്കി. അതാണ് അന്ന് സത്യത്തിൽ ഇന്ത്യയിൽ നടന്നത്. അപ്പോൾ കേരളത്തിലെ യു ഡി എഫിനെ സംബന്ധിച്ച് ജനങ്ങളുടെ മുന്നിൽ ഒന്നും പറയാനില്ല. ഈ പറയുന്ന അവിടെ നടത്തിയ കള്ളപ്രചരണങ്ങൾ മുഴുവൻ പൊളിഞ്ഞു. LDF വീണ്ടും അധികാരത്തിൽ വന്നു. ഇപ്പോൾ അവരുടെ മുമ്പിൽ അവർക്ക് ആകെ രാഹുൽ ഗാന്ധിയെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു തുരുപ്പ് ഷീട്ട് ഇറക്കിയിട്ട് എന്തെങ്കിലും കേരളത്തിൽ നേടാൻ കഴിയുമോ എന്നതിനപ്പുറം
കേരളത്തിലെ രാഷ്ട്രീയത്തിൽ UDF-നെ സംബന്ധിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ചോ ഒരു പ്രതീക്ഷയില്ല. അപ്പോൾ ഇനി അത്തരത്തിലുള്ളൊരു സാഹചര്യം, കാരണം ഇന്നിപ്പോൾ ഇന്ത്യ മുന്നണി വീണ്ടും തട്ടിക്കൂട്ടി റെഡിയാക്കി പോവുകയാണ്. അതിനെ നേതൃത്വം നൽകുന്നു എന്ന് പറയപ്പെടുന്ന വ്യക്തി ഈ രാജ്യത്തെ RSS-നെതിരെ BJP-ക്കെതിരെ അതിശക്തമായ നിലപാടെടുക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനവും അതിൻ്റെ ഗവൺമെൻറ്റുമുള്ള ഒരു സംസ്ഥാനത്ത് വന്നിട്ട് ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കെതിരെ വീണ്ടും രാഹുൽ ഗാന്ധി മത്സരിക്കുക എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം രാഷ്ട്രീയമായ വഞ്ചനയാണ്. അത് നമുക്ക് എങ്ങനെ അംഗീകരിച്ചു കൊടുക്കാൻ കഴിയും? അപ്പോൾ അങ്ങനെയാണെങ്കിൽ വയനാട്ടിൽ വീണ്ടും രാഹുൽ ഗാന്ധി മത്സരിക്കുകയാണെങ്കിൽ ശക്തനായിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് അവിടെ ഉണ്ടാകണം. അതിനുള്ള ഒരു നീക്കം ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് സ്വാഭാവികമായും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അങ്ങ് എന്താ പറയുക എളുപ്പമില്ലെടുത്ത് എള്ളെറിഞ്ഞ് പോയി കളയാം എന്ന് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇപ്രാവശ്യം അങ്ങനെ അങ്ങ് എള്ളെറിഞ്ഞ് പോകാനൊന്നും സാധിക്കില്ല. കേരളത്തിലെ കഴിഞ്ഞ 5 വർഷം മുമ്പ് കേരളത്തിലെ ജനതയുടെ മുന്നിൽ അവർ നടത്തിയ പ്രസ്താവനകൾ, ജനവഞ്ചനകൾ, എല്ലാ കാര്യങ്ങളും, MP-മാർ പാർലമെൻറ്റിലെടുത്ത നിലപാടുകൾ, ഇതെല്ലാം ഇന്ന് കേരളത്തിൽ ചർച്ചയാണ്. അതിന് വീണ്ടും ഈ വഞ്ചനാ രാഷ്ട്രീയത്തിന് നേതൃത്വം നൽകാൻ രാഹുൽ ഗാന്ധി വന്നാൽ ശക്തമായ എന്താ പറയുക ഒരു ഇലക്ഷൻ പോരാട്ടത്തെ അദ്ദേഹം കേരളത്തിൽ നേരിടേണ്ടി വരും. ആര് മത്സരിക്കണമെന്ന് പറയുന്നത് തീരുമാനിക്കേണ്ടത് പാർട്ടി തന്നെയാണ്. എങ്കിലും ചോദിക്കട്ടെ, PV അൻവറിനെ പോലുള്ള ഒരു ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ വയനാട്ടിൽ പ്രതീക്ഷിക്കാൻ കഴിയുമോ? അല്ല, ഞാനിപ്പോൾ ഒരു ശക്തനായ സ്ഥാനാർത്ഥിയാണ് എന്ന് ഇപ്പം നിങ്ങൾ പറഞ്ഞാൽ പോരല്ലോ. അത് പാർട്ടി എന്ത് തീരുമാനിക്കുന്നോ ആ തീരുമാനത്തോടൊപ്പം നിൽക്കുക എന്നത് മാത്രമേ സാധിക്കുള്ളൂ. പാർട്ടി വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കണം എന്നാവശ്യപ്പെട്ടാൽ 100% സന്തോഷത്തോടു കൂടിയിട്ട് ആ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് നിൽക്കാൻ എനിക്കൊരു മടിയില്ല. അതൊരു രാഷ്ട്രീയ പോരാട്ടമാണ്. ഒരു വഞ്ചനാ രാഷ്ട്രീയത്തിനെതിരെ പ്രതികരിക്കുക എന്നത് ഒരു പ്രതികരണശേഷിയുള്ള ഏതൊരു എന്താ പറയുക മതേതര ജനാധിപത്യ വിശ്വാസിയുടെയും ഒരു ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കണമെന്ന് പറഞ്ഞാൽ എനിക്കൊരു സെക്കൻഡ് അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല. ഞാൻ അതിൻ്റെ മുൻനിരയിലുണ്ടാവും. ഇന്ത്യ സഖ്യം ഒരുമിച്ച് നിൽക്കുന്ന പാർട്ടികൾ കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു ശക്തമായിട്ടൊരു നിലപാടിലേക്കൊക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വരുന്നത് അത് സഖ്യസാധ്യതയെ ഇല്ലാതാക്കുകയാണ്, അതിന് തുരങ്കം വെക്കുകയാണെന്നുള്ളൊരു വിമർശനമൊക്കെ സ്വാഭാവികമായിട്ട് വരുമല്ലോ, കേരളത്തിലെ എന്ത് രാഷ്ട്രീയ സാഹചര്യമാണെങ്കിൽ പോലും. ഓക്കെ, അല്ല അതിൽ തുരങ്കം വെക്കില്ല. ഇവിടെ രാഹുൽ ഗാന്ധി ഒന്നും മത്സരിക്കാൻ പാടില്ലല്ലോ. കാരണം ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഏകദേശം രൂപമായത് കഴിഞ്ഞ സെപ്റ്റംബർ ഒക്ടോബറിലാണ്. അത് കഴിഞ്ഞിട്ടുള്ളതിൻ്റെ പരീക്ഷണശാലയായിരുന്നു ഇപ്പോൾ ഈ കഴിഞ്ഞ 4 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ്. എന്താ കോൺഗ്രസ് എടുത്ത നിലപാട്? ആ ഇന്ത്യ മുന്നണിയുടെ പരീക്ഷണശാലയാകുമെന്ന് ഇന്ത്യയിലെ മുഴുവൻ ആളുകളും, രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന മുഴുവൻ ആളുകളും വിലയിരുത്തപ്പെട്ട ആ തെരഞ്ഞെടുപ്പിൽ അഖിലേഷിൻ്റെ പാർട്ടിയെ പോലും അക്കമഡേറ്റ് ചെയ്യാൻ മധ്യപ്രദേശിൽ കോൺഗ്രസ് തയ്യാറായില്ല. ഒരു ഘടകകക്ഷിയും കൂട്ടില്ല. BJP-യുടെയും മറ്റു ഘടകകക്ഷികളുടെയും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികളുടെയും വോട്ട് നിലവാരം പരിശോധിച്ചാൽ നമുക്ക് കൃത്യമാണ്. ഈ വോട്ടിനൊരു കോർഡിനേഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ 4 സംസ്ഥാനത്തിലെയും BJP-യെ പരാജയപ്പെടുത്തത്തക്ക രീതിയിലാണ് വോട്ടിംഗ് പെർസെൻറ്റേജ്. ഇന്ത്യയിൽ BJP-ക്കുള്ള വോട്ട് എത്രയാണ്? 33%. NDA സഖ്യകക്ഷിയാകുമ്പോൾ 37%. ഈ 37% വോട്ടാണ് ഈ പറയുന്ന BJP-ക്ക് അല്ലെങ്കിൽ NDA മുന്നണിക്ക് ഇന്ത്യയിലുള്ളത്. ആ 37-ൻ്റെ ഇപ്പുറത്ത് ഒരു 63% വോട്ട് ഇന്ത്യയിൽ കിടക്കുന്നുണ്ട്. ആ വോട്ടിനെ ക്രോഡീകരിക്കത്തക്ക രീതിയിൽ, അതിനെ യുനാനിമസായിട്ട് നിർത്തത്തക്ക രീതിയിലുള്ള ഒരു നിലപാട് എടുക്കാനുള്ളൊരു പൊളിറ്റിക്കൽ ത്രാണി കോൺഗ്രസിനില്ല. അവിടെയാണ് പ്രശ്നം. ഓരോ സ്റ്റേറ്റിലും അവരുടെ എന്താ പറയുക സ്വാർത്ഥമായ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ്. മാത്രമല്ല BJP-യെ പരാജയപ്പെടുത്തണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കണ്ടേ? അതുണ്ടായിട്ടില്ലല്ലോ. ഇപ്പോൾ ഓരോ ഘട്ടത്തിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിൻ്റെ നിലപാടെന്താ? അവർ ഫാസിസത്തിനെ എതിർക്കുന്നു എന്ന് പറയുമ്പോഴും അവർ ഈ പറയുന്ന വർഗീയതയെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ തീവ്രമാണെങ്കിൽ ഇവിടെ കുറച്ച് കുറഞ്ഞ ലെവലിലാണ്. അതാണല്ലോ ഒന്ന് കോൺഗ്രസ് നേരിടുന്ന യഥാർത്ഥ വിഷയം. ആ വിഷയത്തിൽ അടിസ്ഥാനപരമായൊരു നിലപാട് കോൺഗ്രസിന് ഇല്ലാതായിട്ട് കഴിഞ്ഞ് 10-15 വർഷമായി. അതിനനുസരിച്ച് ആ ഗ്രാഫ് താഴേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് ആ തരത്തിലുള്ള ഇന്ത്യയെ രക്ഷിക്കാൻ, ന്യൂനപക്ഷങ്ങളെ രക്ഷിക്കാനുള്ള ഒരു നിലപാടുണ്ടാകും എന്ന് ഇനി ആരെങ്കിലും കണക്കാക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ന്യൂനപക്ഷങ്ങൾ കണക്കാക്കുന്നുണ്ടെങ്കിൽ അത് വെറും അർത്ഥശൂന്യമാണ് എന്ന് അനുഭവങ്ങൾ 1000 തവണ തെളിയിക്കപ്പെട്ടിട്ടും കഴിഞ്ഞൊരു 10 വർഷക്കാലത്തിനിടക്ക് ന്യൂനപക്ഷം അങ്ങനെ ഒരു കാഴ്ചപ്പാടിലെത്തും എന്ന് എനിക്ക് തോന്നുന്നില്ല. ന്യൂനപക്ഷങ്ങൾ കോൺഗ്രസ് ആ ഒരു ബന്ധം പറഞ്ഞതുകൊണ്ട് ഞാൻ കേരളത്തിലെ രാഷ്ട്രീയത്തിലേക്ക് വീണ്ടും കടന്നുകൊണ്ട് ചോദിക്കുകയാണ്. ലീഗ് LDF-ലേക്ക് വരാനുള്ള ഒരു സാധ്യത, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങളൊക്കെ പലതവണയായി LDF നേതാക്കളുടെ ഭാഗത്തു നിന്നെല്ലാം ഉയരുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു സാധ്യത കാണുന്നുണ്ട്? അല്ല, ലീഗ് നേരിട്ട് LDF-ലേക്ക് വരേണ്ട ആവശ്യം വരില്ല.
ഇപ്പോൾ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ മിനിഞ്ഞാന്ന് ഇപ്പോൾ ഈ ബാബരി അമ്പലത്തിൻ്റെ പ്രതിഷ്ഠാ ദിന ചടങ്ങിൻ്റെ വാർത്ത കൊടുത്ത കേരളത്തിലെ ഇന്ത്യയിൽ പോട്ടെ കേരളത്തിലെ പ്രധാന പത്രങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അതിലൊരു സാമുദായിക പാർട്ടിയുടെ മുസ്ലിം ലീഗിൻ്റെ പത്രമാണല്ലോ ചന്ദ്രിക പത്രം. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടതിനെക്കുറിച്ച് ഒരു വരി പത്രം എഴുതിയിട്ടില്ല. അന്നിറങ്ങിയ നമ്മുടെ ദേശാഭിമാനി പത്രം പരിശോധിച്ചാൽ വോട്ട് പ്രതിഷ്ഠ എന്നാണ് പറഞ്ഞത്. ഇന്ത്യയിലെ പല പത്രങ്ങളും അതിന് അനുകൂലമായി റിപ്പോർട്ട് എഴുതുമ്പോൾ ആ അനുകൂലമായ റിപ്പോർട്ടിനോട് ചാരി നിൽക്കുകയാണ് ചന്ദ്രിക ചെയ്തത്. അതുകൊണ്ട് ലീഗിന് ഈ കാര്യത്തിലൊന്നും ഒരു നിലപാടില്ല. ലീഗ് LDF-ലേക്ക് വരേണ്ട സാഹചര്യം ഉണ്ടാവില്ല. പക്ഷേ ലീഗിലെ ആയിരക്കണക്കിന് പ്രവർത്തകർ LDF-ലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പോക്കാണ് ലീഗ് പോകുന്നതെങ്കിൽ ലീഗ് ഈ രീതിയിൽ ശുഷ്കിച്ചില്ലാതാവും. ഇപ്പോൾ ഏറ്റവും അവസാനം ഇപ്പം അതിൽ നടക്കുന്ന ജിഫ്രി തങ്ങളുമായിട്ടുള്ള വിഷയം ചെറിയ വിഷയമല്ല, വളരെ സീരിയസ് ആയ വിഷയം. എന്താണ് പാണക്കാട് ഹൈദരലി തങ്ങളും സാദിഖ് അലി തങ്ങളും ജിഫ്രി തങ്ങളുടെ ഇഷ്യൂ എന്താണ്? ഇത്തരത്തിലുള്ള കോൺഗ്രസിൻ്റെ അഴകുഴവൻ നിലപാടിൽ ഈ വർഗീയതയുമായി ബന്ധപ്പെട്ട് BJP-യുമായി ബന്ധപ്പെട്ട് പാർലമെൻറ്റിൽ വന്നിട്ടുള്ള ഏക സിവിൽ കോഡ് അടക്കമുള്ള ബില്ലുകളിലൊക്കെ മുസ്ലിം ലീഗ് എടുക്കുന്ന ഈ അഴകുഴവൻ നിലപാടിന് എതിരാണ് ജിഫ്രി തങ്ങൾ. അത് ശരിയല്ല. അതിൽ ഇടതുപക്ഷത്തിൻ്റെ നിലപാടാണ് ശരി എന്ന് പറയുന്നതാണ് ഈ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനം. അവിടെ നിന്നാണുള്ളത് ആരംഭിച്ചത്. ഇപ്പം അത് ലീഗ് ശരിയായ നടുകെ പിളരുന്ന അവസ്ഥയിലേക്കല്ലേ. മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും ശക്തി എന്ന് പറയുന്നത് സമസ്തയാണ്. ആ സമസ്തയുടെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള മുഴുവൻ പണ്ഡിതന്മാരുൾപ്പെടെയുള്ള മുഴുവൻ അവരുടെ പ്രവർത്തകരുൾപ്പെടെയുള്ള മുഴുവൻ ഒരു സെറ്റ് ലീഗിൽ നിന്ന് പൂർണ്ണമായും അകന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ലീഗ് വളരെ പെട്ടെന്ന് ഒരു പിളർപ്പിലേക്ക് എത്തും. ലീഗ് പിളർപ്പിലാണ് ഇപ്പോൾ. എത്തുമെന്നല്ല, ലീഗ് പ്രത്യക്ഷമായി പിളർന്നിട്ടില്ലെങ്കിലും ആ ഡിക്ലെയർഡ് പിളർപ്പ് നടന്നില്ലെങ്കിലും അത് പിളർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിലൊരു വലിയ വിഭാഗത്തെ സംബന്ധിച്ച് ന്യൂനപക്ഷ സംരക്ഷണത്തിനുള്ള ഷെൽട്ടർ ആര് കൊടുക്കുന്നോ അവിടേക്കത് ഒഴുകും. അത് ഇടതുപക്ഷത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. മലപ്പുറം ജില്ലയിൽ 4 ലക്ഷം 5 ലക്ഷമൊക്കെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന മണ്ഡലങ്ങൾ ഇപ്പം ഇന്ന് എവിടെ എത്തി നമുക്കറിയാം. അതിൻ്റെയൊക്കെ ഈ റിഫ്ലക്ഷൻ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പോലും നമുക്ക് കാണാൻ പോകുന്നതാണ്. ഈ കോൺഗ്രസും ലീഗും തമ്മിലുള്ള ആ ഒരു ബന്ധം കൊണ്ട് ലീഗിനൊരു നിലപാടെടുക്കാൻ കഴിയാത്തൊരവസ്ഥ പല ഘട്ടങ്ങളിലും വരുന്നുണ്ട്. അങ്ങനെ ഒരു നിസ്സഹായാവസ്ഥ കൂടിയായിരിക്കുമോ നേതാക്കൾക്കുള്ളത്, അതോ അതിനപ്പുറമാണോ? അല്ല, അതിൽ ഏറ്റവും വലിയ ലീഗിൻ്റെ പഴയകാല ചരിത്രം, പഴയകാല നേതൃത്വത്തിൻ്റെയൊക്കെ ചരിത്രങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ കാണാം. അവരൊക്കെ ഒരു സാമുദായിക പാർട്ടി എന്ന നിലക്ക് സമൂഹത്തിനും സമുദായത്തിനും വേണ്ടി നിലകൊണ്ടിരുന്നവരാണ്. സമൂഹവും സമുദായവും വെല്ലുവിളികളെ നേരിടുമ്പോൾ വളരെ താത്വികമായി ആ വിഷയങ്ങളെ നേരിടാൻ അവർക്ക് സാധിച്ചിരുന്നു. ഇന്നത്തെ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം എന്ന് പറയുന്നത് ഒരു കച്ചവട താല്പര്യത്തിനപ്പുറം ഒരു സാമുദായിക താല്പര്യമോ ഒരു രാജ്യ താല്പര്യമോ അവർക്ക് പ്രകടിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. പാവപ്പെട്ട കുറേ മുസ്ലിം ആളുകളെ ആ സംഘടനയിൽ നിർത്തി അവരുടെ കാര്യം നടത്തുന്നു എന്നതിലപ്പുറം നാടിന് വേണ്ടിയിട്ട്, സമൂഹത്തിന് വേണ്ടി, സമുദായത്തിന് വേണ്ടിയിട്ട് ഒരു നിലപാടെടുക്കുക. അതുകൊണ്ട് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് അവരിങ്ങനെ വാച്ച് ചെയ്യാണ്. എവിടെയാണ് ലാഭം, അവിടുന്ന് വിട്ടാൽ ഇവിടെയാണോ ലാഭം, ഇവിടുന്ന് വരാതെ അവിടെ തന്നെ നിൽക്കുന്നതാണല്ലോ. അതിങ്ങനെ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ എവിടെയാണോ ലാഭം കൂടുതൽ കിട്ടുന്നത് എന്ന് മനസ്സിലാവുന്നിടത്തേക്ക് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം മാറും. ഇപ്പം അതവർ എന്താ പറയുക, അവർക്കൊരു തീരുമാനമെടുക്കാൻ വയ്യാത്തൊരവസ്ഥയിലാണ്. കാരണം ഇന്ത്യൻ രാഷ്ട്രീയം അങ്ങനെ കുഴഞ്ഞു മറിഞ്ഞിരിക്കുകയാണ്. ഒരു അഭിപ്രായവും പറയാൻ, പ്രകടിപ്പിക്കാൻ ശേഷിയില്ലാത്ത എന്താ പറയുക കോൺഗ്രസിൻ്റെ അടിമകളായിട്ട് മുസ്ലിം ലീഗ് നേതൃത്വം മാറി എന്നത് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരുടെ തിരിച്ചറിയുന്നുണ്ടല്ലോ. അതിൻ്റെ മാറ്റമാണല്ലോ മലപ്പുറം ജില്ലയിലൊക്കെ ഇപ്പം ഞങ്ങൾ 4 MLA-മാരുണ്ട്. ഒരു സംശയമില്ല, അടുത്തൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് നിന്ന് കേരളത്തിലേക്ക് 8 LDF MLA-മാർ വരുമെന്ന കാര്യത്തിൽ ഒരു തർക്കം വേണ്ട. അതൊക്കെ ഇവിടുന്ന് കൊഴിഞ്ഞ് വരുന്ന വോട്ടാണല്ലോ ഇപ്പുറത്തേക്ക് വരുന്നത്. വേറൊരു പുതിയ വോട്ടുണ്ടായി വരികയല്ലല്ലോ. അതായത് ലീഗിൻ്റെ അണികൾ ഇടതുപക്ഷത്തേക്ക് ഒരുപാട് പേർ ഇടതുപക്ഷത്തേക്ക് വരാൻ ഒരുങ്ങുകയാണ്, അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ രാമക്ഷേത്ര വിഷയത്തിലൊക്കെ കോൺഗ്രസിൻ്റെ നിലപാട് എന്ന് പറയുന്നത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് അവസാനത്തെ പാഠമാണ്. ആ പാഠം പോലും ഉൾക്കൊള്ളാൻ അവർ തയ്യാറാകുന്നില്ലെങ്കിൽ സ്വാഭാവികമല്ലേ ആ ഒഴുക്കുണ്ടാവുമല്ലോ. ആ ഒഴുക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മലബാറിൽ മൊത്തത്തിൽ. ഇതിനിടെ ചോദിക്കുന്നത്, പലപ്പോഴും ലീഗിനെതിരായിട്ടുള്ള വിമർശനങ്ങൾ പറയുമ്പോൾ ലീഗ് ഒരിക്കലും PV അൻവറിൻ്റെ വിമർശനങ്ങൾക്ക് അധികം മറുപടി പറയാറില്ല. പൊതുവെ അതൊരു അവഗണിക്കുന്ന രീതിയിലുള്ള ഒരു നിലപാടൊക്കെയാണ് നേതാക്കളുടെ ഭാഗത്തു നിന്ന്. അതെന്തുകൊണ്ടായിരിക്കും? അല്ല, അത് അവഗണിക്കുന്ന രീതിയിലല്ല. അവർക്കത് മറുപടി പറഞ്ഞാൽ അതിനപ്പുറം പറയേണ്ട മറുപടി നമ്മളൊക്കെ അതിൻ്റെ വക്ക് തൊട്ട് മാത്രമേ ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നുള്ളൂ. അവരൊന്ന് മറുപടി പറയാൻ വരട്ടെ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ജിഫ്രി തങ്ങൾ വിഭാഗവുമായിട്ടുണ്ടായ വിഷയം
മുമ്പ് AP അബൂബക്കർ ഉസ്താദിനെ സംബന്ധിച്ച് ഇതേ വിഷയമായിരുന്നു. മുസ്ലിം ലീഗിനെതിരെ സമുദായത്തോടൊപ്പം നിലപാടെടുത്താൽ മുസ്ലിം സമുദായത്തിലെ ബഹുമാന്യരായ പണ്ഡിതന്മാരെ അവഹേളിച്ച് വിട്ട ചരിത്രമാണ് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിനുള്ളത്. ബഹുമാന്യരായ AP ഉസ്താദിന് ഇതേ അവസ്ഥയായിരുന്നു. ഇപ്പോൾ അതേ അവസ്ഥയിലേക്ക് അതാ ജിഫ്രി തങ്ങളെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ മറുപടി പറയട്ടെ. അൻവർ പറയുന്നതിൽ ബേസ് ഇല്ലെങ്കിൽ അവർ ആ ബേസ് ഇല്ല എന്നെങ്കിലും പറയണ്ടേ. അല്ല, ബേസ് ഉള്ളതാണ്, ഞാൻ പറയുന്നത് ശരിയല്ലെങ്കിൽ അതിനവർ കൗണ്ടർ ചെയ്യണ്ടേ. കൗണ്ടർ ചെയ്യാൻ അവർക്ക് ധൈര്യം ഉണ്ടാവില്ല. ഞാൻ വെല്ലുവിളിക്കുന്നുണ്ട് എൻ്റെ ലീഡർഷിപ്പിനെ, ഒന്ന് പറയട്ടെ. 1000 എണ്ണം പറയാനുണ്ടാവും. നമ്മളൊക്കെ ഒരു പൊളിറ്റിക്കൽ മാന്യതയുടെ പേരിൽ ഒരു സീമയിൽ ലംഘിക്കാതെ മിനിമം സ്റ്റെപ്പിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പം ആ സ്റ്റെപ്പിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് കയറണമെങ്കിൽ എനിക്കൊരു മടിയില്ല. ഞാനായിട്ട് കയറില്ല, അവിടുന്ന് പറഞ്ഞതിന് മറുപടി ഞാൻ പറയും. അവർ പറയുന്നില്ല. അതവർ ബുദ്ധിപൂർവ്വം എന്താ പറയുക, തന്ത്രപരമായി ഒഴിഞ്ഞു മാറുക എന്നോ ബുദ്ധിപൂർവ്വം ഒഴിഞ്ഞു മാറുക എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതായിരിക്കാം, ഐ ഡോണ്ട് നോ. അയോധ്യ വിഷയത്തെക്കുറിച്ച് പറഞ്ഞു വന്നതുകൊണ്ടാണ് ഇപ്പോൾ ലീഗിൻ്റെ ഒരു നിലപാടും കോൺഗ്രസിൻ്റെ ഒരു നിലപാടില്ലായ്മയും എന്നൊക്കെ വിമർശിച്ചതുകൊണ്ട് അയോധ്യ പക്ഷേ ഒരു വിഷയമായിട്ട് കേരളത്തിൽ എത്രത്തോളം വരും? ഇപ്പോൾ തൃശ്ശൂരിൽ BJP ഉയർത്തുന്ന ഒരു വലിയ പ്രതീക്ഷയും ആത്മവിശ്വാസവും ഒക്കെ ഉണ്ട്. അത് എല്ലാ മുന്നണികളെയും ഒന്ന് പേടിപ്പിക്കുന്നില്ലേ? കേരളത്തിലെ സംബന്ധിച്ച് ഒരു പേടി ആ കാര്യത്തിൽ ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ച് എനിക്ക് വ്യക്തിപരമായിട്ടില്ല. കേരളത്തിലെ ഹൈന്ദവ സമുദായം എന്ന് പറയുന്നത് അത്ര എന്താ പറയുക, അത്രയും മതസൗഹാർദ്ദം. ഒരു പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും നല്ല ദൈവവിശ്വാസികളായ ഹൈന്ദവരുണ്ടാകുന്ന ഒരു പക്ഷേ കേരളത്തിലായിരിക്കും. ഏതൊരു ദൈവവിശ്വാസി എന്താണ്, എല്ലാ മതങ്ങളും, അത് ഹൈന്ദവ വിശ്വാസമായാലും ക്രൈസ്തവ വിശ്വാസമായാലും ഇസ്ലാം മത വിശ്വാസ പ്രമാണങ്ങൾ പഠിച്ചാലും എല്ലാവരും നന്മയും കാരുണ്യവും സ്നേഹവുമാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ദൈവവിശ്വാസി കൃത്യമായി ദൈവത്തിൽ വിശ്വസിക്കുന്നവരിൽ നിന്ന് ഉണ്ടാകുന്ന പ്രതികരണം അതായിരിക്കും. അതുകൊണ്ട് ഏറ്റവും നല്ല വിശ്വാസികളായ ഹൈന്ദവ സമുദായമുള്ള ഒരു കേരളത്തിൽ, അതേപോലെ തന്നെയാണ് തമിഴ്നാട്. എന്താ BJPക്ക് അവിടെ വേര് പിടിക്കാൻ സാധിക്കാത്തത്? അവർ ഭയങ്കര വിശ്വാസികളാണ്. ആ വിശ്വാസം എന്ന് പറയുന്നത് മനുഷ്യനെ കൊല്ലാനല്ല, മനുഷ്യനെ സഹായിക്കാനാണ്, എല്ലാവരും കൂട്ടുചേർന്ന് നിൽക്കാനാണ്. ആ നിലക്കുള്ള ഒരു വിശ്വാസ സമൂഹം കേരളത്തിൽ നിലനിൽക്കുന്നു. അത് പരിപൂർണമായിട്ടും മതേതര സ്വഭാവമാണ്. ഇപ്പോൾ അയോധ്യ മാറ്റി വെച്ചാലും മോദി എന്ന് പറയുന്ന ഒരു സ്റ്റാർ ക്യാമ്പയിനർ, മോദി വന്ന സമയത്ത് വന്ന ആ ഒരു ജനക്കൂട്ടം, അത് മുഴുവൻ വോട്ടാകില്ല എന്ന് പറഞ്ഞാൽ പോലും അവിടെയും ഒരു പ്രതീക്ഷയൊക്കെ BJPക്ക് സ്വാഭാവികമായിട്ടുണ്ടാകുമല്ലോ. ഒരു രക്ഷയും കേരളത്തിലെ സംബന്ധിച്ച് ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്ന ഈ ഹാർമണി നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ BJPയെ സംബന്ധിച്ച് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് വരെയൊക്കെ ആവുന്ന രാഷ്ട്രീയത്തിലേക്ക് അപ്പുറത്തേക്ക് BJPക്ക് കേരളത്തിൽ വളരാൻ കഴിഞ്ഞിട്ടില്ല. ആ വർഗീയത അവിടെ വേര് പിടിക്കുകയില്ല കേരളത്തിൽ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ. അതുകൊണ്ട് BJP ഈ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ, തിരുവനന്തപുരം, കാസർഗോഡ് എന്നൊക്കെ സ്വാഭാവികമായിട്ട് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണല്ലോ. അവർ പറയണമല്ലോ, ഞങ്ങൾക്കൊരു സീറ്റും കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിന് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നേരിടാൻ സാധിക്കുമോ? അതിലപ്പുറമുള്ള ഒരു ഇമ്പാക്റ്റും കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഈ പറയപ്പെടുന്ന കാരണങ്ങൾ കൊണ്ടുണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് തൃശ്ശൂരിലൊന്നും ഒന്നും സംഭവിക്കില്ല. ഇപ്പോൾ കിട്ടിയ വോട്ട് തന്നെ കിട്ടുമോ എന്ന് സംശയം. കാരണം സുരേഷ് ഗോപിയാണ് കാൻഡിഡേറ്റ്. സുരേഷ് ഗോപിയുടെ കഴിഞ്ഞ കാലത്തെ ഒരു പാർലമെൻറ്റ് മെമ്പറായതിനു ശേഷം ഉണ്ടായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും പ്രതികരണവും ആളുകളോടുള്ള സമീപനവും ഒക്കെ കേരളത്തിലെ ജനം നല്ലോണം വീക്ഷിച്ചിട്ടുണ്ട്. തൃശ്ശൂർക്കാരും നന്നായിട്ട് വീക്ഷിച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒരു നെഗറ്റീവായിട്ട് സാധാരണക്കാരായ പ്രവർത്തകരുടെ മനസ്സിൽ വരൂ എന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം BJP കിട്ടിയ വോട്ട് പോലും തൃശ്ശൂർ മണ്ഡലത്തിൽ കിട്ടും എന്ന് എനിക്ക് വ്യക്തിപരമായ അഭിപ്രായമില്ല. ഞാൻ നേരത്തെ തുടക്കത്തിൽ ചോദിച്ച സോഷ്യൽ മീഡിയയായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ പലപ്പോഴും അത് ചോദിക്കണമെന്ന് പലപ്പോഴും വിചാരിച്ചതാണ്. കടുത്ത ഭാഷയിൽ അല്ലെങ്കിൽ അതൊരു ആക്ഷേപമായിട്ടോ ആക്ഷേപഹാസ്യം പോലെയോ ഒക്കെ ആ രീതിയിലുള്ള ഒരു വിമർശനമാണ് പലപ്പോഴും സമൂഹ മാധ്യമങ്ങളിലൊക്കെ വരാറുള്ളത്. അതെന്തുകൊണ്ടായിരിക്കും? ഒരുപക്ഷെ മറ്റ് രാഷ്ട്രീയ നേതാക്കളൊന്നും പിന്തുടരാത്ത ആ ഒരു ശൈലി അതെന്തുകൊണ്ടാണ്? അത് ഇപ്പോൾ അത്രയും കലുഷമായ ഒരു സാമൂഹ്യ മാധ്യമ വാർത്താ സംസ്കാരത്തിലാണ് നമ്മുടെ കേരളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മാന്യന്മാർക്ക് ആർക്കും ഇവിടെ ജീവിക്കാൻ കഴിയില്ല. മാന്യത വിട്ടു പോകുന്നവർക്ക് മാത്രമേ ജീവിക്കാൻ കഴിയുള്ളൂ. മാന്യന്മാരൊക്കെ എന്താണെന്ന് വെച്ചാൽ ഓടി രക്ഷപ്പെടുകയാണ്. നിങ്ങളെപ്പോലെയുള്ള ആളുകളെ കാണുമ്പോൾ ഓടി രക്ഷപ്പെടുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് സല്യൂട്ട് അടിച്ച് നിൽക്കുക. ഇതിനെ പ്രതിരോധിക്കാൻ തയ്യാറാവുന്നില്ല. കാരണം അതിങ്ങനെ ഒരു വലിയ എന്താ പറയുക, ഒരു മാഫിയ പോലെ കേരളത്തിലിങ്ങനെ വളർന്ന് പന്തലിച്ചിട്ട് ഞങ്ങൾ വിചാരിക്കുന്നതേ നടക്കുള്ളൂ എന്നുള്ളൊരു തോന്നൽ കേരളത്തിൽ യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരുപാട് ദോഷം നമ്മുടെ നാട് അനുഭവിച്ചുകൊണ്ടിരിക്കുക, പൊതുസമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുക, നാടിൻ്റെ വികസനം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഞാൻ പൊതുവിൽ ഒരു പ്രതികരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ നമ്മൾ ഞാനൊരാൾ ഒരു MLA അല്ലെങ്കിൽ ഒരു മന്ത്രി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവട്ടെ, അപ്പം ഒരു പൊസിഷനിൽ ഫിക്സ് ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മുടെ സമൂഹം എന്താണ്, അവന് അത്രേ പറയാൻ പാടുള്ളൂ, അതിനപ്പുറം പറയാൻ പാടില്ല, ഇത്രേ ചിന്തിക്കാൻ പാടുള്ളൂ, ഇങ്ങനെ പ്രതികരിക്കാൻ പാടുള്ളൂ, ഇങ്ങനെ നടക്കാൻ പാടുള്ളൂ, ഇങ്ങനെ നോക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു ഫ്രെയിം ഉണ്ടാക്കി വെച്ചിരിക്കുക. എന്നിട്ട് ഇതിൻ്റെ അകത്ത് കയറ്റിയിരുത്തിയിട്ട് ഇതിൽ പല ആളുകളും ശ്വാസം മുട്ടി മരിക്കുകയാണ്, അല്ലെങ്കിൽ ഇറങ്ങി ഓടുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്നെ സംബന്ധിച്ച് നമ്മൾ ഒരു MLA, ഒരു മന്ത്രി, അല്ലെങ്കിൽ നാളെ വേറെ എന്തെങ്കിലും, ഇതൊരു വലിയ സംഭവമായിട്ട് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. ഞാനൊരു സാധാരണ മനുഷ്യനാണ്. ആ മനുഷ്യനുണ്ടാകുന്ന എല്ലാ പ്രതികരണവും എന്താ പറയുക, മനുഷ്യ സഹജമായിട്ട് എൻ്റെ അടുത്തുണ്ടാവും. അപ്പം ആ ഒരു നിലപാട് സ്വീകരിക്കുന്ന ആളുകളോട് അവരോട് വെട്ടാൻ വരുന്ന പോത്തിനോട് വേദം ഓതിയിട്ട് കാര്യമില്ല എന്ന് പണ്ടത്തെ ആളുകൾ പറഞ്ഞ ആ നിലപാട് ഞാൻ സ്വീകരിക്കുന്നു, അത്രയേ ഉള്ളൂ. മാധ്യമ പ്രവർത്തകരോട് മുഴുവൻ പോരാട്ടത്തിലാണ്? അങ്ങനെയൊന്നുമില്ല. മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്നവർ വളരെ കുറഞ്ഞ ആളുകളല്ലേ ഉള്ളൂ. പേരിന് ആളുകളുടെ എണ്ണം ആയിരക്കണക്കിനായിട്ടുണ്ട്. യഥാർത്ഥ പത്രധർമ്മം ആ മനുഷ്യർ കൊടുത്തിരുന്ന ആ റെസ്പെക്റ്റ്ഫുള്ളായിട്ടുള്ള ആ ജോലിയെ എവിടെ കൊണ്ടുപോയി കെട്ടിയവർ, എവിടെ കൊണ്ടുപോയിട്ടാണ് കെട്ടിയത്, ഏത് അവസ്ഥയിലായി? അപ്പം അങ്ങനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ അത്തരം ആളുകളോട് ഞാൻ അങ്ങനെ പെരുമാറും. അതിനെനിക്ക് എന്താ പറയുക, അതിൽ എന്ത് സംഭവിക്കും, പൊതുസമൂഹം എന്ത് വിചാരിക്കും, തെറ്റിദ്ധരിക്കുന്നവരുണ്ടാവും, ശരിയായി ധരിക്കുന്നവരുണ്ടാവും. അപ്പം നമ്മളത് കാണിക്കുക. ഞാൻ എൻ്റെ ഹൃദയത്തിൽ തോന്നിയ, എനിക്ക് ശരിയെന്ന് തോന്നിയ സംഗതി ആ ശരിയെന്ന് തോന്നിയ രീതിയിൽ ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഒരു ഓൺലൈൻ മാധ്യമമായിട്ട് ഒരു നീണ്ട പോരാട്ടത്തിലേക്ക് കടന്നു, പക്ഷെ അതിൽ ജയം കൂടെ ഉണ്ടായി എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? അല്ല, നമ്മൾ എല്ലാ പോരാട്ടവും ജയമായിക്കൊള്ളണം എന്ന് വിചാരിച്ച് നമുക്ക് ഒരു പോരാട്ടത്തിന് ഇറങ്ങാൻ കഴിയില്ല. ഞാൻ നന്നായിട്ടത് പോരാടിയതാണ്, ഇപ്പോഴും അത് നിർത്തി വെച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഒരു 6 മാസം മുമ്പ് അല്ലെങ്കിൽ 8 മാസം മുമ്പ് ഉണ്ടായിരുന്ന ആ ചാനൽ പരിശോധിച്ച് ഏതൊക്കെ വിഷയത്തിന് മുകളിലാണോ ഞാൻ അവരുമായി നമ്മൾ ഫൈറ്റ് ചെയ്തിരുന്നത്, ആ വിഷയം ഇപ്പോൾ ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കും. ഇപ്പോൾ ഒന്ന് ആലോചിക്കും, ഒന്ന് ചോദിക്കും, പറയണമെങ്കിൽ 2 പ്രാവശ്യം ആലോചിക്കും. മറ്റതില്ലല്ലോ. മറ്റത് എന്തും അങ്ങോട്ട് വിളിച്ച് പറയല്ലേ. ഒരു സമൂഹത്തെ, ഒരു കുടുംബത്തെ, ഒരു നാടിനെ, ഒരു ജനതയെ ഒക്കെ ഒരു 6-7 മിനിറ്റ് കൊണ്ട് അടിച്ച് ആക്ഷേപിച്ച് നശിപ്പിച്ച് മനുഷ്യരുടെ മുന്നിൽ ഈ മനുഷ്യരെ മുഴുവൻ വെറുക്കപ്പെട്ടവരാക്കിയിട്ട് അവതരിപ്പിച്ചിട്ട് ഇവരെങ്ങനെ റൂമിലിരുന്ന് ചിരിക്കുക. എത്ര കാലം സഹിക്കും? ഇപ്പം ഞാൻ ചെയ്യട്ടെ, എന്താ നിർത്തിയത്? അതൊന്നും എനിക്കൊരു നിലപാട് പരിപൂർണമായിട്ട് അനുകൂലമാണ്. അല്ല, പോലീസിൻ്റെ നിലപാടിൻ്റെ പ്രശ്നമില്ല, നമ്മുടെ നിയമവ്യവസ്ഥയുടെ പ്രശ്നമാണ്. IT റിലേറ്റഡ് ആയിട്ടുള്ള ഇത്തരം വിഷയങ്ങളിൽ ഇന്ന് ഉള്ള നിയമങ്ങൾ ഈ പറയുന്ന രീതിയിലുള്ള ആളുകൾക്ക് എന്ത് കള്ളപ്രചരണവും നടത്താനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്ന ആ നിയമവ്യവസ്ഥയിലാണ്. അത് പാർലമെൻറ്റാണ് നിയമം പാസ്സാക്കിയത്. ഒരുപാട് പ്രാവശ്യം ചർച്ച നടന്ന് പത്രമാധ്യമ പ്രവർത്തകരെ കൂച്ചുവിലങ്ങിടുന്ന നിയമമായി മാറും എന്ന് പറയുന്ന അതിലൊരു യാഥാർത്ഥ്യമുണ്ട്. ആ യാഥാർത്ഥ്യത്തിൻ്റെ മറ പറ്റിക്കൊണ്ടാണ് ഇവരൊക്കെ ഈ സാമൂഹ്യ വിരുദ്ധത മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ അതിൽ തുറന്ന പോരാട്ടമേ നടക്കുള്ളൂ. ആ തുറന്ന പോരാട്ടം നടത്തിയിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളൊന്നും നിർത്തിയിട്ടില്ല, ഒന്നും പുതുതായിട്ട് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. കണ്ടാൽ അതിനെക്കുറിച്ച് ശ്രദ്ധയിൽപ്പെട്ടാൽ പ്രതികരിക്കും, അത്രയേ. ഓരോ പോസ്റ്റ് വരാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു സൈബർ വിങ്, അവരുടെ പ്രതികരണങ്ങൾ, ഇതൊക്കെ കാണാറുണ്ട് സ്ഥിരമായിട്ട്. അപ്പം ജനങ്ങളുടെ ഒരു പിന്തുണ, സോഷ്യൽ മീഡിയയിലുള്ള ഒരു ജനങ്ങളുടെ പിന്തുണ, അത് വല്ലാണ്ട് എൻജോയ് ചെയ്യുന്നുണ്ടോ? അല്ല, അങ്ങനെ ഒരു എൻജോയ്മെൻ്റ് അല്ല. ഞാൻ സത്യത്തിൽ അതൊരു നമ്മുടെ ഒരു സാമൂഹിക ബാധ്യത എന്നുള്ള നിലക്കാണ് നിൽക്കുന്നത്. നമ്മൾ ഈ ആളുകൾ പ്രതികരിക്കാത്തതും സംസാരിക്കാത്തതും കൊണ്ട് നമ്മുടെ ജനാധിപത്യത്തിനുണ്ടായിരിക്കുന്ന കോട്ടം ചില്ലറയൊന്നുമില്ല. ആർക്കും പ്രതികരണ ശേഷിയില്ല. എല്ലാവരും സ്വയം ഒതുങ്ങുകയാണ്. മനുഷ്യർ മുഴുവൻ പരിപൂർണമായും എന്താ പറയുക, സെൽഫിഷ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. അത് വലിയ അപകടം നമ്മുടെ രാജ്യത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതിലും വലുതുണ്ടാവും. എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞില്ല ഈ തിരിഞ്ഞു നടത്തും. കാരണം നമുക്ക് ആർക്കും അതിന് സമയമില്ല, നമ്മളെന്തിനു വേണ്ടിയിട്ട് നിൽക്കുന്നത് എന്നുള്ള രീതിയിലുള്ള മാനസികാവസ്ഥ വർദ്ധിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ അതിൽ ആരെങ്കിലും ഒരു വിങ് എവിടെയെങ്കിലും ഒരു പ്രതികരിക്കാനുള്ള ശേഷി വർദ്ധിപ്പിക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ ഒരു സാമൂഹ്യ പ്രവർത്തകൻ നിലയ്ക്ക് നമ്മുടെയൊക്കെ ഉത്തരവാദിത്തമാണ്. ആ രീതിയിൽ നമ്മളതിനെ കാണുന്നുള്ളൂ. അതിൽ തന്നെ ഒറ്റ ചോദ്യം കൂടെ, അങ്ങനെ രീതിയിലുള്ള പ്രതികരണം മറ്റ് നേതാക്കന്മാർ നടത്താത്ത, മറ്റ് രാഷ്ട്രീയ നേതാക്കൾ നടത്താത്ത രീതിയിലുള്ള ഒരു പ്രതികരണം ഉണ്ടാകുമ്പോൾ രാഷ്ട്രീയ നേതാവ് എന്ന രീതിയിൽ അതിന് മൈലേജ് ഉണ്ടോ? ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കാറില്ല, സത്യസന്ധമായി പറയണേ.
നമ്മൾ ആ മൈലേജിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്താ പറയുക, ഞാൻ എൻ്റെ പിറകിലൊക്കെ നോക്കി നടക്കാറേ ഇല്ല. ഞാൻ മുന്നോട്ട് അങ്ങനെ പോകും. എൻ്റെ ഒരു കാഴ്ചപ്പാട്, ഒരു ധാരണ വെച്ചിട്ടാണ് പോകുന്നത്. അതിൽ പ്ലസ് ഉണ്ടോ മൈനസ് ഉണ്ടോ എന്ന് ഞാൻ നോക്കാറില്ല. ആരെങ്കിലും വന്നിട്ട് അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് പഠിക്കും. വിമർശനം ഞാൻ ശരിക്കും ഉൾക്കൊള്ളും. വിമർശിക്കുന്നത് സത്യസന്ധമാണെങ്കിൽ 100% ഉൾക്കൊള്ളുന്ന വ്യക്തിയാണ്. എൻ്റെ കൂടെ നടക്കുന്ന അല്ലെങ്കിൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഏറ്റവും താഴേക്കടയിലുള്ള പാവപ്പെട്ട ഒരു തൊഴിലാളിയാണെങ്കിൽ പോലും വന്ന് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് ഹിയർ ചെയ്യുന്ന ആളാണ്. എന്തുകൊണ്ടാണ് ആ പറഞ്ഞതെന്ന് നമ്മളത് ആ രീതിയിൽ നിശ്ചയിച്ച് തള്ളുകയല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ കണ്ണും കാതും ചെവി എപ്പോഴും എല്ലായിടത്തും ഉണ്ടാവും. അപ്പോൾ അത് മനസ്സിലാക്കി തന്നെയാണ് പോകുന്നത്. പിന്നെ നമ്മളെല്ലാവരും കൈയടിക്കണം, എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെടണം, എല്ലാവരും നമ്മളെ സ്നേഹിക്കണം, ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ട് ഒരാൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നമ്മൾ ചെയ്യുന്നത് നന്മയാണോ എന്ന് മാത്രമല്ല ആലോചിക്കാനുള്ളൂ. അതിന് ആളുകൾ വിലയിരുത്തുന്നത് പല ആംഗിളിലായിരിക്കും. ആ റിസൾട്ടിനെ കുറിച്ച് ഞാൻ ബേജാറാവാറില്ല, ചിന്തിക്കാറുമില്ല. എതിരെ വന്ന ചില വിമർശനങ്ങളിലൊക്കെ പക്ഷേ ചില കഴമ്പൊക്കെ ഇല്ലേ? ഇപ്പോൾ കക്കാടംപൊയിലായിട്ട് ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ വന്നപ്പോൾ അതൊക്കെ കൂടിയാണ് ഒരു പക്ഷേ വലിയ രീതിയിലുള്ള സോഷ്യൽ മീഡിയ റെസ്പോൺസിലേക്കൊക്കെ. അല്ലല്ല, എനിക്കത് ആദ്യം ബോധ്യപ്പെട്ടത്, അതായത് ഞാൻ MLA ആവുന്ന 2016 ഈ പാർക്കും കക്കാടംപൊയിലൊക്കെ ഉണ്ടാകുന്ന 2012 MLA ആവുന്ന 3-4 വർഷം മുമ്പ് ഉണ്ടായത്. ഈ വിഷയങ്ങൾ ഇങ്ങനെ കുത്തിപ്പൊക്കി വന്നാൽ ഞാനൊരു പത്രസമ്മേളനം വിളിച്ചു മലപ്പുറത്ത്. ഞാനൊന്ന് വികാരപരമായി സംസാരിച്ച ഒരു സംഭവമാണ്. 16 ലാസ്റ്റിലോ 17-ലോ ആണ്. അന്ന് ഞാൻ മലപ്പുറത്ത് കൂടി എല്ലാ പത്രക്കാരോടും സമ്മേളനം കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു, നിങ്ങളെല്ലാവരും കൂടെ കക്കാടംപൊയിലേക്ക് വരണം. ഇവിടുന്ന് ഒരു ബസ് അറേഞ്ച് ചെയ്ത് 10-30 ആളുകളുണ്ട് അന്ന് വന്ന പത്രമാധ്യമങ്ങളോട്ട്. ഇവിടുന്ന് 2 മണിക്കൂറേ വേണ്ടുള്ളൂ. 1 മണിക്കൂർ 2 മണിക്കൂർ നിങ്ങൾ സ്പെൻഡ് ചെയ്യുക. വൈകുന്നേരം 7 മണിയാകുമ്പോഴേക്ക് തിരിച്ചു വിടത്താം. ഇതിൻ്റെ വസ്തുത നിങ്ങളവിടെ വന്ന് നേരിൽ കാണണം. ഈ പറഞ്ഞത് യാഥാർത്ഥ്യം നിങ്ങൾ പരിശോധിക്കണം എന്ന് പറഞ്ഞു. ഒരാൾ പറഞ്ഞു, ഓലൊക്കെ ചിരിച്ചിട്ട് പറഞ്ഞു, അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ വന്നത് കണ്ടാൽ ഞങ്ങൾക്കത് പറയാൻ പറ്റുമെന്ന്. എന്നോട് നേരിട്ട് പറഞ്ഞതാ. ഞങ്ങളത് വന്ന് വസ്തുത മനസ്സിലാക്കിയത് പറയാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു. അന്ന് രാത്രി എനിക്ക് മനസ്സിലായി. കാരണം ആ സമയത്തൊരു 3-4 മാസങ്ങൾ വന്ന വാർത്തകൾ എന്നെ സംബന്ധിച്ച് ഭയങ്കര ഡാമേജിങ് ആയിട്ട് എനിക്ക് അന്ന് തോന്നിയിരുന്നു. നമ്മളെ അപമാനപ്പെടുത്തിക്കൊണ്ടിരിക്കുക. പക്ഷെ അന്ന് രാത്രി ഞാൻ തീരുമാനിച്ചു, എന്നെ അപമാനപ്പെടുത്തുന്നത് ആഘോഷമാക്കി തീർക്കാൻ ഞാൻ തീരുമാനിച്ചു. പക്ഷേ കോടതിയുടെ ഭാഗത്തൊന്നും ഉണ്ടായില്ല, അതിന് വാർത്തകളെ മാത്രം കുറ്റം. അല്ല, വാർത്തകളെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ വരുന്ന പല കാര്യങ്ങളും ഞാൻ പറഞ്ഞില്ല. ഇപ്പോൾ വരുന്ന പല കാര്യങ്ങളും വാർത്തകളെ ബേസ് ചെയ്തുകൊണ്ട് ജുഡീഷ്യറി പ്രിജുഡീസ് ആവുന്നുണ്ടെന്ന കാര്യത്തിൽ എനിക്ക് നേരിട്ടറിയാം. എൻ്റെ അനുഭവങ്ങൾ. ഒരു ഉദ്യോഗസ്ഥൻ സത്യസന്ധമായിട്ട് ഒരു മണ്ണൊലിപ്പാണ് അവിടെ നടന്നതെങ്കിൽ, മഴവെള്ളം വന്ന് മണ്ണൊലിച്ച് പോയതാണെങ്കിൽ അത് ഭൂമി ഉരുൾപൊട്ടിയതാണ് എന്ന് വാർത്ത കൊടുത്താൽ ആ ഉരുൾപൊട്ടിയതാണ് എന്ന് എഴുതേണ്ട ഗതികേട. കാരണം മണ്ണൊലിപ്പ് എന്ന് എഴുതിയാൽ PV അൻവർ സ്വാധീനിച്ചു, ഭരണ സ്വാധീനം, കൈക്കൂലി കൊടുക്കുക, എത്രയോ വാർത്തകൾ വന്നതാണ്. അപ്പോൾ സത്യസന്ധമായി നിജസ്ഥിതി PV അൻവറിൻ്റെ കാര്യത്തിൽ എഴുതാൻ ഒരു ഉദ്യോഗസ്ഥന് കേരളത്തിൽ കഴിയില്ല. കോടതിയെ അത് സ്വാധീനിച്ചു. കോടതിയെ സ്വാധീനിക്കാൻ ഉറപ്പല്ലേ? കോടതി കടലാസല്ലേ നോക്കുന്നുള്ളൂ. അപ്പോൾ നന്നായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ ഈ രാത്രിയിൽ നടക്കുന്ന ഈ ക്രൈം വാർത്തകളുണ്ടല്ലോ, അതൊക്കെ എത്രത്തോളം ഉദ്യോഗസ്ഥരെ പോലെ, അത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഉദ്യോഗസ്ഥരെ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജുഡീഷ്യറിയൊക്കെ അത് പ്രൊജുഡീസ് ആക്കും എന്നുള്ളത് നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നുക. ഓരോ മേഖലകളും എല്ലാവരും മനുഷ്യരല്ലേന്ന്. നമ്മളൊക്കെ മനുഷ്യരല്ല, അവിടെ ഇരിക്കുന്നവർ മനുഷ്യരാണ്. ഒരേ കാര്യം ഇങ്ങനെ 1000 ആളുകളെന്ന് ആവർത്തിച്ച് ഒരേ കാര്യം കേൾക്കുമ്പോൾ ആർക്കാണ് മനസ്സിൽ തോന്നലില്ലാതെ ഇരിക്കുക? ആ പൊസിഷനിൽ ഇരിക്കുകയാണെങ്കിൽ എനിക്കും തോന്നും. അപ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ നിഖിലമായ മേഖലകളെയും സ്വാധീനിക്കുന്ന ഒരു മേഖലയായി എന്ത് മാറി നമ്മുടെ ഈ വാർത്താ പുതിയ ഈ പറയുന്ന IT സംവിധാനത്തിൻ്റെ വളർച്ച നന്നായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. അത് ഏത് മേഖലയാണെങ്കിലും അതില്ലാന്ന് നമുക്ക് പറയാൻ കഴിയില്ല. വിമർശനങ്ങൾ എല്ലാവരിലേക്കുമാണ് വരുന്നത്. ഇപ്പോൾ അത് ഉദ്യോഗസ്ഥരിലേക്കും അത് ജുഡീഷ്യറിലേക്കും എല്ലാം വിമർശനങ്ങൾ വരുന്ന ഒരു സാഹചര്യം. ഇതിനകത്ത് ഒഴിവാക്കി നിർത്തുന്ന ആരെങ്കിലും ഉണ്ടോ? അതോ സെലക്റ്റീവായിട്ട് ആണ്? ഇപ്പോൾ പൊളിറ്റിക്കലൊക്കെ വളരെയധികം വിമർശനങ്ങൾ കോൺഗ്രസിനെതിരെ പറയാറുണ്ട്, പക്ഷേ BJPയോട് അത്രയും വലിയ വിമർശനങ്ങൾ ഉന്നയിക്കാറില്ല എന്ന് ഒരു തോന്നൽ ചില സമയത്ത് വരാം. ആരും ഉന്നയിക്കാറില്ല. അനു സാറ് കേരളത്തിൻ്റെ നിയമസഭയിൽ നിങ്ങൾ നിയമസഭാ പ്രസംഗങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ഏറ്റവും കൂടുതൽ BJPയെ കുറിച്ച് പരാമർശിക്കാതെ ഒരു നിയമസഭാ പ്രസംഗം പോലും എൻ്റെ അവസാനിപ്പിച്ചിട്ടില്ല. കാരണം ഇന്ന് രാജ്യം ഭരിക്കുന്ന ഫാസിസത്തിനെതിരെ
പറയാതെ നമുക്ക് ഒരു ദിവസം പോലും നമ്മുടെ പൊതുപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യമല്ല ഇവിടെ. അപ്പോൾ അത് തുടർന്നു കൊണ്ടേയിരിക്കുക. ഇപ്പം നിങ്ങൾ മുസ്ലിം ലീഗിൻ്റെ 10-14 MLA മാരുണ്ടല്ലോ. ന്യൂസ് 18 ഒന്ന് പരിശോധിക്കുക നിങ്ങൾ അവരെ ഇപ്പം ഈ 3 വർഷത്തെ ഈ 2.5 വർഷത്തെ പ്രസംഗം, 55 വർഷം പോട്ടെ. BJP RSS എന്നൊരു വാക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ MLA മാരിൽ ആരെങ്കിലും കേരളത്തിൻ്റെ നിയമസഭയിൽ ആ വാക്ക് ഉന്നയിച്ചിട്ടുണ്ടോ നിങ്ങൾ പരിശോധിക്കുക. ഒരാൾ വരുന്നില്ല. മാക്സിമം അവർ പറയും ഫാസിസ്റ്റുകൾ, അരഫാസിസ്റ്റ്. RSS BJP എന്നൊരു വാക്ക് മുസ്ലിം ലീഗിൻ്റെ ഏതെങ്കിലും ഒരു MLA മാർ ഉച്ചരിച്ചിട്ട് പരിശോധിക്കൂ. അതേപോലെ നിങ്ങൾ കോൺഗ്രസിൻ്റെ പരിശോധിക്കുക. ഒരൊറ്റ ഒരുത്തനുണ്ടാവില്ല, ഒറ്റൊരുത്തൻ. അപ്പോൾ ആ നിലവാരത്തിലേക്ക് UDF കേരളത്തിൽ മാറി എന്നതൊരു വസ്തുതയാണ്. അതിലൊന്നും ഒരു തർക്കമില്ല. അവിടെയാണ് നമ്മളെ പൊളിറ്റിക്സ്. അവിടെയാണ് മുസ്ലിം ലീഗ് ഇങ്ങോട്ട് വരണ്ട എന്ന് പറയുന്നത്. വരേണ്ടി വരില്ല, പക്ഷെ അത് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കാലം. കാരണം ഇവിടെ റായ്ബറേലിയറിൽ ഇന്ദിരാഗാന്ധിയെ തോൽപ്പിച്ച ജനതാണ് ഇന്ത്യയിലെ ജനം. ആ ജനത്തിന് എന്തുകൊണ്ടായിരുന്നു കോൺഗ്രസിനോടുള്ള വിരോധം കൊണ്ടല്ല, ഇന്ദിരാഗാന്ധിയോടുള്ള വിരോധം കൊണ്ടല്ല, പക്ഷെ അവരെടുത്ത ചില നിലപാടുകളോടുള്ള വിരോധത്തിൻ്റെ പേരിലാണ് അന്ന് ഇന്ദിരാഗാന്ധി റായ്ബറേലിയിൽ തോറ്റിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിൽ ആവർത്തിക്കൂല എന്ന് പറയാൻ പറ്റില്ല. അവിടത്തേക്കാണ് കേരളത്തിലെ രാഷ്ട്രീയം പോകുന്നത്. അവിടെ കൊണ്ടേ എത്തിക്കുക എന്നതാണ് ഈ നാട്ടിലെ പൊതുപ്രവർത്തകരായ ഞങ്ങളുടെ ഉത്തരവാദിത്വം. ഞങ്ങളതിന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒറ്റ ചോദ്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. നിയമസഭാ സമ്മേളനം നടക്കുന്ന സമയം കൂടിയായതുകൊണ്ട് ബജറ്റിലേക്ക് ഉറ്റുനോക്കുന്ന ഒരു സമയമാണ്. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം, ഗവർണർ എടുക്കുന്ന നിലപാടുകൾ അത് ഏത് രീതിയിൽ കൂടി ഉറ്റുനോക്കുന്നു ഈ സമയം? അല്ല, ഗവർണറെ കുറിച്ച് ഞാൻ പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയില്ല. ഇന്നത്തെ കാര്യമൊന്നും ഇപ്പോൾ നമുക്ക് സീരിയസ് ആയിട്ട് ഒരിക്കലും എടുക്കാൻ കഴിയില്ല. കാരണം ഈ ബഡ്ജറ്റ് പ്രസംഗത്തിൻ്റെ ഫസ്റ്റ് സെൻറ്റൻസ് വായിച്ച് അവസാനത്തെ സെൻറ്റൻസും വായിച്ച് അത് ക്ലോസ് ചെയ്യുന്നതാണ്. അതവർക്ക് ആരോഗ്യ പ്രശ്നമുണ്ടെങ്കിലും അവരുടെ വ്യക്തിപരമായ വിഷയമാണ്. അത് ഒരു വലിയ വിഷയമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇതിനു മുമ്പ് എത്രയോ പ്രാവശ്യം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇന്നത്തെ സംഭവത്തിന് ശേഷം നമ്മൾ അന്വേഷിച്ചാണ്. അപ്പോൾ അത് ഒരു നോർമൽ പ്രൊസീജിയറുടെ ഭാഗമായിട്ട് അത് അദ്ദേഹത്തിൻ്റെ സാഹചര്യവും അദ്ദേഹത്തിൻ്റെ താല്പര്യമാണ്. അല്ലാതെ ഗവർണർ എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ പറയണ്ടല്ലോ, ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ വിഷയങ്ങളിലും അദ്ദേഹം എടുത്ത നിലപാട് അതിപ്പോൾ ഒരു ഗവർണറുടെ പ്രശ്നമല്ല. ഇതൊക്കെ റിമോട്ട് കൺട്രോളിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് തമിഴ്നാടിൻ്റെ വല്ല മോശമുണ്ടോ, പശ്ചിമ ബംഗാളിൻ്റെ വല്ല മോശമുണ്ടോ? ഒന്നുമില്ലല്ലോ. ഇത് തന്നെയല്ലേ എല്ലാവരുടെയും നിലപാട്. അതൊക്കെ ഇപ്പോൾ അതാണ് പറയുന്നത്. ഒരു രാജ്യത്തെ ഒന്നായിട്ട് RSS ഫാസിസം വരിഞ്ഞു മുറുക്കുന്നതിൻ്റെ എന്താ പറയുക ഒരു പ്രതിഫലനം മാത്രമാണ് ഈ ഗവർണറുടെയൊക്കെ ഈ നിലപാടുകളും ഈ ആക്ഷൻസൊക്കെ. അതൊക്കെ അങ്ങനെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. തീർച്ചയായിട്ടും. വളരെയധികം നന്ദി ഇത്രയും നേരം ഞങ്ങൾക്കൊപ്പം ചേർന്നതിന്. തുറന്നു പറച്ചിലുകൾ ഇനിയും ഉണ്ടാകട്ടെ. സമൂഹ മാധ്യമങ്ങളിലുള്ള ജനങ്ങൾ അത് കാതോർത്തിരിക്കുക തന്നെയാണ്. ഏറെ താങ്ക് യു.